ഭാഗവതം നമ്മൾ 37ാമത്തെ ക്ലാസ് ആയിട്ട് ഇന്ന് സ്കന്ധം 3-ലെ 8ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചതിനെ പറ്റിയാണ്. അപ്പോൾ ബ്രഹ്മാവ് ഉത്ഭവിക്കുക എന്ന് പറയുമ്പോൾ സൃഷ്ടിക്രമം ആദ്യം മുതലേ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് വിവരിക്കുകയാണ്, കുറച്ചുകൂടി വ്യക്തതയോടുകൂടി. അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നിനും മൈത്രേയൻ പറയുകയാണ്, കുരുരാജവംശത്തിൽ ഭഗവാനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന യമധർമ്മരാജനാണ് അങ്ങായിട്ട് ജനിച്ചത്. യമധർമ്മരാജനാണ് അങ്ങായിട്ട് ജനിച്ചിരിക്കുന്നത്. അതിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കീർത്തി പരിസരമാകെ അടിക്കടി പുതുമയാർന്ന് പോവുകയാണ്. പറയുന്നതിനർത്ഥം വിതുരരിലൂടെയാണ്. മൈത്രേയം മാത്രമല്ലല്ലോ, പലവരും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ വിതുരരിലൂടെയാണ് ലോകത്തിൽ ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ പോകുന്നത്. ആരാണ് വിതുരർ? വേദവ്യാസന് ഒരു തൊഴിലാളി സ്ത്രീയിലുണ്ടായ, അതായത് ദാസിയിലുണ്ടായ പുത്രൻ. ദാസി എന്ന് പറയുമ്പോൾ തൊഴിലാളി. അപ്പം വേദവ്യാസന് ഒരു തൊഴിലാളി സ്ത്രീയിലുണ്ടായ വിതുരരിലൂടെയാണ് ലോകം ഈ പ്രപഞ്ചരഹസ്യം മുഴുവൻ കേട്ടുകൊണ്ടു പോകുന്നത്. അതിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വേദവ്യാസൻ തന്നെ ഒരു മുക്കുവ സ്ത്രീയിലുണ്ടായതാണ്. അപ്പം വേദങ്ങൾ ഉത്ഭവിച്ചത് ഒരു മുക്കുവ സ്ത്രീയിലാണ്. അതിൻ്റെ പ്രചരണം വിതരരിലൂടെ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭഗവത് കീർത്തനങ്ങൾ, ഈ പ്രപഞ്ചരഹസ്യം. ഭഗവത് കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തോ കഥയിൽ കേട്ട് കിടക്കുന്നതല്ല. ആ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറുന്നതിന് പിന്നിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും, ആ വലിയ സത്യം ലോകത്തിലൂടെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 2 അല്പബുദ്ധികളായി, അപ്പോൾ അല്പബുദ്ധികളായ മനുഷ്യരെ പറ്റിയാണ് പറയുന്നത്. അല്പബുദ്ധികളായി പെരുത്ത് ദുഃഖം അനുഭവിക്കുന്ന, അതായത് സുഖത്തിൻ്റെ പിന്നാലെ ഓടി അടക്കുന്ന സാധാരണ ജനങ്ങൾ അല്പബുദ്ധികളായി പെരുത്ത് ദുഃഖം അനുഭവിച്ച് അതിൻ്റെ ഫലമായിട്ട് ദുഃഖമേ കിട്ടാൻ പോകുന്നുള്ളൂ ജനങ്ങൾക്ക്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് കുറച്ച് ഉപശാന്തി ലഭിക്കുവാനായി, അങ്ങനെയുള്ള ജനങ്ങൾക്ക് കുറച്ച് ശാന്തി ലഭിക്കുവാനായി ഭഗവാൻ തന്നെ ഋഷികൾ ഉപദേശിച്ച ഭാഗവത പുരാണത്തെ ഞാൻ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഭഗവാൻ തന്നെയാണ് ഋഷികളിലൂടെ ഇത് സാധാരണ ജനങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട്, എന്തിനു വേണ്ടി? സുഖിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ട് അല്പബുദ്ധികളായ സുഖത്തിൻ്റെ പിന്നാലെ വിദ്യയൊന്നും നേടാതെ, ജ്ഞാനമൊന്നും നേടാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന സാധാരണ ജനങ്ങൾ അവസാനം എത്തിച്ചേരുന്ന എപ്പോഴും കഷ്ടതയിലാണ്. അവർക്ക് ഈ കഷ്ടതയല്ലാതെ വേറെ ഒന്നും, ദുഃഖമല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും അവർ ഓടി അടക്കുകയാണ്, സുഖം കിട്ടാൻ എന്ന് പറഞ്ഞു. അവർക്ക് അല്പമെങ്കിലും ശാന്തി കിട്ടുവാൻ വേണ്ടി ഭഗവാനിൽ നിന്നു തന്നെ ഉത്ഭവിച്ച, ബ്രഹ്മത്തിൽ നിന്നു തന്നെ ഉത്ഭവിച്ച ഈ തത്വങ്ങൾ, ഭാഗവതമെന്ന പുരാണം ഞാനിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്ക് ആരംഭിക്കുന്നത്. ഏതിൽ നിന്ന് തൊട്ട്? ബ്രഹ്മത്തിൽ നിന്ന് തൊട്ട് സൃഷ്ടിക്രമം വിവരിക്കാൻ പോവുകയാണ്.
ഇനി 3 പറയുകയാണ്, സനകാദികളായ മുനിമാർ. അപ്പം ആദ്യം സനകാദികളായ മുനിമാർ എന്ന് പറയുമ്പോൾ വേദത്തിൻ്റെ ജ്ഞാനം, വേദം 4 വേദങ്ങളാണ് ഉള്ളത്. അപ്പം സനകാദികളിലൂടെ അവർക്കത് എവിടെ നിന്ന് കിട്ടി? സനകാദികളായ മുനിമാർ അധോലോകത്തിൽ വസിക്കുന്ന ജ്ഞാനിയായ ആദിശേഷനോട്, ഭൂമിക്ക് താഴെ കിടക്കുന്ന ആദിശേഷനോട്. അപ്പം ലോകം 3 ഉണ്ട്. ഭൂമി, ഭൂമിക്ക് മുകളിലുള്ള സ്വർഗം, ഈ ബഹിരാകാശം എല്ലാം വരുന്നത് ഭൂമിക്ക് താഴെ മണ്ണിനടിയിലുള്ളത്. അവിടെയാണ് ആദിശേഷനുള്ളത്. ആദിശേഷനോട് അപ്പം ഈ സനകാദികൾ സൃഷ്ടി തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ആ സനകാദികൾ ഭൂമിക്കടിയിലുള്ള ആദിശേഷനോടാണ് ചോദിച്ചത്. ആദിശേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്ത് ചോദിക്കുകയാണ്? ഇതിന് മുകളിലിരിക്കുന്ന, ഈ ആദിശേഷൻ്റെ മുകളിലിരിക്കുന്ന വാസുദേവൻ്റെ തത്വത്തെ, അതായത് അതാണ് പ്രപഞ്ചം മുഴുവൻ നിറക്കുന്ന ആ വിരാട് രൂപം, അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഏത് താഴെയുള്ള ആദിശേഷൻ്റെ മുകളിലാണ് വിഷ്ണു ഇരിക്കുന്നത്, അല്ലെങ്കിൽ നാരായണൻ ഇരിക്കുന്നത്. ആ നാരായണൻ്റെ തത്വത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. സനകാദികൾ ഈ നാഗത്തോടാണ് ചോദിച്ചത്. എന്താണ് അപ്പം നാഗമെന്ന്? ഭൂമിക്കടിയിലുള്ള നാഗം എന്താണ്? ഭൂമിക്ക് മുകളിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങളുണ്ട്. അത് നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ പ്രപഞ്ചഘടനയിൽ വിവരിച്ചു കഴിഞ്ഞു. പ്രപഞ്ചഘടന എന്താണെന്ന് 7 ലോകങ്ങളുണ്ട്, 49 മരുത്തുക്കളുണ്ട്. ഭൂമിക്കടിയിൽ, അപ്പം ഭൂമിക്ക് മുകളിൽ ഈ പ്രപഞ്ചം മുഴുവൻ, ആ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ കീഴെയുള്ള പ്രപഞ്ചവും വരും. അപ്പം ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടി മാന്തി നോക്കണം. ഭൂമിക്കടിയിൽ മാന്തി നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് കിട്ടും, കുറേ വസ്തുക്കൾ കിട്ടും. അതിനെല്ലാം വസ്തുക്കൾ എന്ന് പറയുന്നത്. അത് മിനറൽസ് എല്ലാം ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക്. അത് ശാസ്ത്രലോകം പൊട്ടിച്ച് അകത്ത് കയറി നോക്കിയപ്പോൾ അത് കെമിസ്ട്രിയിലേക്കാണ് പോകുന്നത്. അതാണ് കെമിസ്ട്രിയിലാണ് അടിയിലെ 7 ലോകങ്ങളുള്ളത്. അപ്പം ആദ്യം നമ്മൾ മിക്സ്ചറായിട്ടുള്ള ഒരു മണ്ണാണ് ഇവിടെ കാണുന്നത്. ഇത് മുഴുവൻ പലതും കൂടി ചേർന്ന മണ്ണാണ്. അത് മിക്സ്ചറാണ്. ആ മിക്സ്ചറിൻ്റെ അകത്തേക്ക്, മിക്സ്ചർ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേർന്നത്, അല്ലാതെ മണ്ണും ഉണ്ടാവും, പാറയും ഉണ്ടാവും, എല്ലാം സിലിക്കണും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് കടന്നു പോയപ്പോൾ തന്മാത്രകളെയാണ് കിട്ടിയത്. വ്യത്യസ്ത തരം തന്മാത്രകളെ, ശുദ്ധമായ തന്മാത്രകളെ കിട്ടി. ആ തന്മാത്രകളുടെ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ, പൊട്ടിച്ച് പിന്നെയും അകത്തേക്ക് പോയപ്പോൾ, ഇപ്പം ഭൂമിക്കടിയിലുള്ള ആകാശം എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിൽ വേറെ എന്തോ കുഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്നതെന്നൊന്നല്ല ചിന്തിക്കേണ്ടത്. സയൻസിലൂടെ നോക്കണം. അപ്പോൾ ആറ്റങ്ങൾ കാണും. ആറ്റങ്ങളെ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും കാണും. ഇതെല്ലാം വ്യത്യസ്ത ലോകങ്ങളാണ്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ, പ്രോട്ടോണിൻ്റെ ഈ കണങ്ങൾ കാണും. ഇതെല്ലാം വ്യത്യസ്ത ലോകങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ അടിയിലുള്ള പ്രത്യേക ഘടകങ്ങളാണ്. അതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പൊട്ടിച്ച് കയറിയാൽ ഊർജത്തിലേക്കാണ് എത്തുക. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആ ഊർജത്തിലേക്ക് എത്തും. 7 ലോകങ്ങളാകുകയാണ്. ആ 7 ലോകം ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7 ലോകം, മുകളിലുള്ള 7 ലോകം, താഴെയുള്ള. അപ്പം അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഊർജം കിട്ടി. ഊർജത്തെ എപ്പോഴും പാമ്പായിട്ടാണ് ചിത്രീകരിക്കുക. ആ ഊർജം ഏതിൽ നിന്ന് വന്നു എന്ന് നോക്കിയപ്പോൾ, ശാസ്ത്രലോകം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയില്ല. എല്ലാം വിട്ടതിന് പോയി, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്പുറത്തേക്ക് പോയി. അപ്പോഴേക്ക് പോകുമ്പോഴാണ് അവിടെയുണ്ട് ഒരു ശക്തിവിശേഷം. അതാണ് ആദിശേഷൻ, ഊർജം. അതാണ് ആദിശേഷൻ. അതും ഒരു ഊർജമാണ്. ആ ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായിട്ട്, ആ പ്രപഞ്ചത്തിൻ്റെ മുകളിലാണ് ആരുള്ളത്? വിഷ്ണു സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു വിരാട പുരുഷനാണ്. അപ്പം ഈ ഊർജത്തിൽ നിന്ന്
വികസിച്ച് വികസിച്ച് പ്രപഞ്ചം മുഴുവൻ, അതാണ് അതിൻ്റെ പാമ്പേൻ്റെ വാലിങ്ങനെ വികസിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചിട്ട് അതിൻ്റെ മേലെയാണ് വിഷ്ണു ഇരിക്കുന്നത്. വിഷ്ണു എന്തായിട്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചഘടന മുഴുവനായിട്ടുള്ള പുരുഷനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കെമിസ്ട്രിയിൽ നിന്ന്, ആറ്റത്തിൻ്റെ അകത്തുള്ള ആദിശേഷനിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ ആദിശേഷന് എല്ലാ ജ്ഞാനവും അറിയാം. കാരണം അവതിൽ നിന്നാണ് ഇലക്ട്രോൺ ഉണ്ടാവുകയും കണങ്ങൾ ഉണ്ടാവുകയും ആ ഊർജ്ജമാണ് കണങ്ങളായി മാറുകയും ആറ്റങ്ങളായി മാറുകയും പ്രപഞ്ചമായി ലോകം മുഴുവനായി മാറി ഈ വിരാട് പ്രപഞ്ചമുണ്ടാവുകയും അത് തന്നെയാണ്, അതിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ആ വിരാട് രൂപം തന്നെയാണ് പുരുഷൻ. അത് തന്നെയാണ് പുരുഷൻ. ഇതെല്ലാം ഒന്നാണ്, അത് ഏകമാണ്. അപ്പം വിരാട് പുരുഷൻ തന്നെയാണ് ഈ അകത്തുള്ളതെന്ന് ചോദിച്ചാൽ അതും അത് തന്നെയാണ്. തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ തന്നെ പോയിട്ട് അവിടെ പോയി ഒതുങ്ങും. പക്ഷേ കെമിസ്ട്രിയിലൂടെ ചിന്തിക്കണം. എല്ലാതെയൊന്നും ആദിശേഷന് മനസ്സിലായി. എല്ലാം മാന്തി നോക്കിയാൽ അവിടെ ഒരു പാമ്പ് കിടക്കുന്നൊന്നുമില്ല. അപ്പൊ ആദിശേഷനോടാണ് ചോദിച്ചത് തൻ്റെ ആശ്രദാതാവായ വാസുദേവൻ്റെ, അതായത് ഇതിൽ നിന്നാണ് വാസുദേവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. ആശ്രയദാതാവായ വാസുദേവൻ്റെ ധ്യാനത്താൽ ആരാധിക്കുന്ന, അപ്പം അത് അവിടെ ഇരുന്നിട്ട് ഈ വാസുദേവനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലുള്ള ഏറ്റവും അടിയിലുള്ള ആ നാഗം, ആ അന്തർമുഖിയായ, അത് അകത്ത് അന്തർമുഖിയായിട്ടാണ് ഇരിക്കുന്നത്. അത് ഉള്ളോട്ടേക്ക് പോകണം, അന്തർമുഖിയാണ്. ഈ ആദിശേഷൻ അങ്ങ് ഉള്ളിലേക്ക് പോകണം, അല്ലാതെ കാണാൻ പറ്റില്ല. ആ അന്തർമുഖിയായ ആദിശേഷനോട് സനകാദികള് കൂടുതൽ വ്യക്തത ലഭിക്കുവാനായിട്ട് ചോദിച്ചു. അപ്പം എവിടെ നിന്ന് സൃഷ്ടി തുടങ്ങിയാണ്? ആ ആറ്റങ്ങളിൽ നിന്ന്, ഊർജത്തിൽ നിന്ന്. ആ ഊർജം എവിടെയാണ് കിടക്കുന്നത്? ഈ പ്രപഞ്ചമായ വിരാട് പുരുഷന്റെ കേന്ദ്രത്തിൽ, നാഭി എന്ന കേന്ദ്രത്തിലാണ് അത് കിടക്കുന്നത്. ഇനി കുറച്ച് കെമിസ്ട്രിയിലൂടെ, കുറച്ച് ഭാവനയിലൂടെ ചിന്തിച്ചോളാം. എല്ലാം എത്തിച്ചേരുന്നത് അവിടത്തേക്കാണ്. ഇനി 5 മുതൽ 6 വരെ പറയുന്നു. ഇപ്പം നമ്മൾ താഴത്തോട്ട് പോയാലും മുകളിലോട്ട് പോയാലും അവിടെ തന്നെയാണ് എടുക്കുക. ഒരു ക്ഷേത്ര സങ്കല്പത്തിലും ഇതുണ്ട്. ക്ഷേത്രത്തിൻ്റെ വെളിയിലോട്ട് വരുമ്പോൾ അകത്തേക്ക് കടന്നാൽ 7 പടികൾ, 7 ഘട്ടങ്ങൾ കടന്നിട്ടാണ് എവിടെ എത്തുന്നത്? ആ ബിംബത്തിലുള്ള ഈശ്വരനിലേക്ക് എത്തുന്നത്. അപ്പം അകത്തൂട്ട് ഇങ്ങനെ പോയാൽ പുറത്തൂട്ട് വരുമ്പോൾ മതിൽ കടന്നിട്ട് 7 ഘട്ടങ്ങൾ കടന്നിട്ട് 7 വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. അത് കടന്നിട്ട് ബിംബത്തിലെത്തിയിട്ട് ആ ബിംബത്തിലാണ് ആരിയിരിക്കുന്നത്? ഈശ്വരൻ ഇരിക്കുന്നത്. അത് ആകാശലോകം. പാതാളത്തിലൂടെയും പോകണ്ടെങ്കിൽ പുറത്തുള്ളവര് മതിലിൻ്റെ അകത്ത് കിടക്കാതെ ഭൂമി തുളച്ച് ഭൂമിക്കടിയിലൂടെ വന്നിട്ട് അങ്ങ് മുകളിലോട്ടേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ഷടാധാര പ്രതിഷ്ഠയുണ്ട്. ആ 7 പടികളുണ്ട്. അവിടെ നിങ്ങൾക്ക് ആമയെല്ലാം കാണാം, താമരയെല്ലാം കാണാം. ആമ ആറ്റമാണ്. അത് നമ്മൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ ബ്രഹ്മം തൊട്ടുകൂട്ടലിൽ. അപ്പം ആമയിലൂട്ടെയെല്ലാം നാളിയിലൂട്ടെയെല്ലാം കയറിയിട്ട് 7 സ്റ്റെപ്പുകൾ കടന്നാലും നമ്മൾ എത്തിച്ചേരുന്നത് എവിടെ തന്നെയാണ്? ആ ബിംബത്തിൻ്റെ അകത്തുള്ള ബ്രഹ്മത്തിലേക്ക് തന്നെയാണ്. അപ്പം അതിൽ കടന്നിട്ട് 7 ഘട്ടങ്ങൾ കയറിയായിട്ട് എത്തിച്ചേരുന്നതും ബ്രഹ്മത്തിലാണ്. പുറത്തുള്ള മണ്ണ് വാങ്ങിയിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് പോകാതെ മണ്ണും വാങ്ങിയിട്ട് അടിയിലൂട്ട് കയറുമ്പോഴും ഒരു 7 പടി വെച്ചിട്ടുണ്ട്. ഷടാധാര പ്രതിഷ്ഠ എന്നെല്ലാം പറയും.
അതിലാണ് വെക്കുന്നത് ഈശ്വരൻ. ആ പ്രതിഷ്ഠയിലൂടെയാണ് അവിടെ എത്തിച്ചേരാൻ പറ്റും. അവിടെയാണ് നിങ്ങൾ ആമേനിയും താമരയും എല്ലാം നിറകുംഭങ്ങളെല്ലാം കാണാൻ പോകുന്നത്. നമ്മൾ ഇതിലേക്ക് വരാം. ഇനി 6:5 പറയുകയാണ്, നാഗരാജകുമാരിമാർ ഭർത്താക്കന്മാരെ ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യാതൊരാളെ ആഗ്രഹിക്കുന്നുവോ അതാരാണ്? അനന്തൻ. അപ്പൊ ആദ്യം ഊർജത്തിൽ നിന്നാണ് തുടക്കം. ഭൂമിക്കടിയിലേക്ക് പോയാൽ ഊർജത്തിൽ നിന്നാണ് തുടക്കം. ഊർജം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തി. ആ ബ്രഹ്മത്തിന്റെ ആ ശക്തിയെ തന്നെയാണ് ഇവിടെ ആരായിട്ട് ചിത്രീകരിക്കുന്നത്? ആദിശേഷനായിട്ട്, ഇലയെ പാമ്പായിട്ട്. പാമ്പ് ഊർജത്തിന്റെ രൂപമാണ്. അപ്പൊ ആ ഊർജത്തിൽ അവിടെ എങ്ങനെയാണ് ആ ഊർജമുള്ളത്? അതിൽ നിന്നും പത്നിമാര്, പുരുഷനും പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ ആദിശേഷനിൽ നിന്നും അതിൻ്റെ പത്നിമാരെന്ന് പറഞ്ഞാൽ കുറേ നാഗങ്ങള്. ഊർജം എത്ര രൂപത്തിലേക്ക് പ്രവഹിക്കും? പല രൂപത്തിലേക്ക്, തരംഗ രൂപത്തിൽ പ്രവഹിക്കും. അതുകൊണ്ട് അതിന് അനേകം തലകൾ ഉണ്ടായിട്ട് ചിത്രീകരിച്ചു. ആ പത്നിമാര് ആ നാഗരാജകുമാരന്മാര് ഭർത്താവിനെ ലഭിക്കാൻ ആരോടാണ് ചോദിക്കുക? ആ ആദിശേഷനോട് തന്നെയാണ് ചോദിക്കുക. അപ്പൊ ഈ നാഗകുമാരിമാര് ഭർത്താക്കന്മാരെ ലഭിക്കാൻ ആരോട് ആവശ്യപ്പെടുന്നു? അവിടെ നിന്നാണ് സൃഷ്ടി, അവിടെ നിന്നാണ് പലതരം ഊർജങ്ങൾ പുറത്തേക്ക്. അതാണ് നാഗകുമാരിമാരായിട്ട് ചിത്രീകരിച്ചത്. അപ്പൊ ആദിയിലെ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് ഊർജം പുറത്തേക്ക് വന്നു. അതാണ് ആരായിട്ട് എടുക്കേണ്ടത്? പ്രധാന ഊർജം. അതിനെയാണ് ആദിശേഷനായിട്ട് എടുക്കേണ്ടത്. അതിന് പല തലകളുണ്ട് എന്ന് പറയാം, പല രൂപത്തിൽ വരികയാണ്. അതാണ് കുമാരിമാരായിട്ട് ചിത്രീകരിച്ചത്. ആ പാദോപദാനമായ താമരപ്പൂവിൽ സ്വർഗംഗജലം കൊണ്ട് നനഞ്ഞിട്ടുള്ള തങ്ങളുടെ ജടാഭാരങ്ങളാൽ സ്പർശിക്കുന്നവരായും. അപ്പൊ അവിടെ നിന്നാണ് താമര ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഊർജമാണ് കേന്ദ്രം. ആ കേന്ദ്രമായിക്കൊണ്ട് താമരേന്റെ ദളങ്ങൾ ചുറ്റും പോകുന്നത് പോലെ അവിടെ നിന്നാണ് ഊർജം പല ഭാഗത്തേക്കും പ്രസരിച്ചത്. ആ ഊർജങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ബിന്ദുവായി. ആ കൂടിച്ചേർന്ന ബിന്ദുവാണ് പ്രപഞ്ചത്തിന്റെ മുകുളം അല്ലെങ്കിൽ അണ്ഡം. അതിൽ നിന്ന് ഊർജം ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ആ ഊർജങ്ങളെല്ലാം കൂടിച്ചേരുന്ന ആ കേന്ദ്രത്തിലാണ് കണൽ രൂപപ്പെടുന്നത്. അവിടെ നിന്നാണ് മുളച്ചു വരുന്നത്. അതാണ് താമരയായിട്ട്, താമരയുടെ ദളം പോലെ ചുറ്റും ആകാശം മുഴുവൻ നോക്കിയിരിക്കുന്ന മാതിരിയാണ് താമരയുടെ കടം. തരംഗരൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ആരിയിരിക്കുന്നത്? ബ്രഹ്മാവ്. സൃഷ്ടിയുടെ ആ ശക്തി പുറത്തേക്ക് വരാൻ പോകും. പുറത്ത് സയൻസാണ്. കാരണം ഇത് തീർക്കണം. ഭാവനയിൽ ഇരുന്ന് ചിന്തിച്ചു കൊടുക്കുക. കുറച്ച് സയൻസും മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചു കൊടുക്കുക. താമരപ്പൂവിൻ്റെ സ്വർഗജലം കൊണ്ട് നനഞ്ഞിട്ടുള്ള തങ്ങളുടെ ജടാഭാരത്താൽ. അപ്പൊ ജഡമാതിരിയാണുള്ളത്. ഈ താമരയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദളങ്ങൾ ജഡഭാരമാണ്, തലമുടി മാതിരിയാണ്. അത് തരംഗ രൂപത്തിൽ ആ ബിന്ദുവിൽ നിന്നും കുറേ ഊർജങ്ങൾ പല രൂപത്തിലേക്ക് പുറത്തേക്ക് വന്നു. ആ ഊർജങ്ങളെല്ലാം കൂടിച്ചേരുന്ന ആ ബിന്ദുവിലാണ് കണങ്ങൾ രൂപം കൊള്ളുന്നത്, ദ്രവ്യ രൂപം കൊള്ളുന്നത്. അപ്പൊ അതെവിടെ നിന്നാണ് വന്നത്? ഈ ആദിശേഷനിൽ നിന്നും. ആ ഭഗവാന്റെ പ്രേമഭക്തിയാൽ ഇടറിയ പദങ്ങളോട് കൂടിയ വാക്കുകൾ കൊണ്ട് വീണ്ടും വീണ്ടും വാഴ്ത്തപ്പെടുന്ന ഒരു മുനിമാർ. ഇതിനെയാണ്, ഈ തത്വങ്ങളെയാണ് മുനിമാര് ഭഗവാനിൽ നിന്നും തന്നെ ലഭിച്ച ഈ ജ്ഞാനത്തെയാണ് മുനിമാര് പലതായിട്ട് കഥകളിലൂടെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്. ആ മുനിമാർ
കിരീടങ്ങൾ 1000 ഉള്ള, അതെവിടെ നിന്നാണ് വരുന്നത്? ആ ആദിശേഷനിൽ നിന്ന്. ഇനി ആ ആദിശേഷനെ പറ്റി പിന്നെയും പറയുകയാണ്. കിരീടങ്ങൾ 1000-ലുമുള്ള വിശിഷ്ട രത്നങ്ങളാൽ, അതിന് കുറേ കിരീടമുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ തലയുണ്ട്. ഈ ഊർജം പല രൂപത്തിൽ തലയായിട്ടാണ്, അതിൽ നിന്നാണ് ഊർജം ഇങ്ങനെ താമര രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് 1000 തലയുണ്ട് എന്ന് പറഞ്ഞാല് ആ ഊർജം പല തലകളായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു, പാമ്പ് വരുന്ന മാതിരി. ആ താമരയുടെ കേന്ദ്രത്തിൽ നിന്ന് പാമ്പിന്റെ തലമാതിരി കുറേ എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഇങ്ങനെ നിൽക്കുകയാണ് പ്രപഞ്ചം മുഴുവനായിട്ട് ഊർജം. വിശിഷ്ട രത്നങ്ങൾ പതിച്ചാൽ അതിൽ നിന്നാണ് പിന്നെ ഈ രത്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, ദ്രവ്യങ്ങൾ, ആറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ തരംഗങ്ങൾ എല്ലായിടത്തും കൂടി ചേർന്നിട്ടാണ് പിന്നെ കണങ്ങളായിട്ട് മാറാൻ പോകുന്നത്. അതാണ് രത്നങ്ങളായിട്ട് ചിത്രീകരിച്ച്. അങ്ങനെ ശോഭിക്കുന്ന 1000 ഫണങ്ങളിലുള്ള സംഘർഷനോട് ചോദിച്ചു. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ഊർജമാണ് പുറത്തേക്ക് വന്നത്. ആ ഊർജത്തിൽ നിന്നാണ് ഇനി പ്രപഞ്ച സൃഷ്ടി നടക്കാൻ പോകുന്നത്. അത് ആ ഊർജത്തിന് 1000-കണക്കിന് തലകളുണ്ട്. അത് ലോകം മുഴുവൻ പാമ്പ് മാതിരി, ജഡമാതിരി വ്യാപിക്കാൻ തുടങ്ങി. ആ ആദിശേഷനോടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് നീ ഈ പ്രപഞ്ചമായി മാറാൻ, വിരാട് പുരുഷനായിട്ട് മാറാൻ പോകുന്നത് എന്ന തത്വം എവിടെ നിന്ന് തുടങ്ങണം? ക്വാണ്ടം മെക്കാനിക്സിന്റെ അപ്പുറത്ത് നിന്ന് തുടങ്ങണം. എന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സിലൂടെ, എനർജിയിലൂടെ, ആറ്റങ്ങളിലൂടെ ഇങ്ങോട്ടേക്ക് വരണം. അവിടെ നിന്നാണ്, ആ താമരയിൽ നിന്നാണ് ബ്രഹ്മ ഉദിച്ചിരിക്കുന്നത്. ആ താമരയുടെ ഉത്ഭവം ഈ ആദിശേഷനിൽ നിന്നാണ്. ഇനി 7 ഈ മഹാഭാഗവത ശാസ്ത്രം, അവിടെ നിന്നാണ് ഈ ശാസ്ത്രം വരുന്നത്. ആദിശേഷ സംഘർഷനും പേരുണ്ട്. അത് നിവൃത്തി മാർഗത്തിൽ തൽപരനായ സനൽകുമാരന് ഉപദേശിച്ചു. അവിടെ നിന്നാണ് വേദങ്ങളുടെ ജ്ഞാനം ഭാഗവത രൂപത്തിൽ ജ്ഞാനം പുറത്തേക്ക് വരുന്നത്. പിന്നെ വേദവ്യാസനാണത് ഭാഗവതം എന്ന പേരിലേക്ക്, യഥാർത്ഥത്തിൽ ഭാഗവതം അവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്. സനൽകുമാരന് അത് ഉപദേശിച്ചു. അവനത് സാഖ്യദർശിയായ സാഖ്യായനന് ഉപദേശിച്ചു. അതായത് സാഖ്യദർശനത്തിലൂടെയാണ് വേദങ്ങൾ ഇതിനെ വിവരിക്കുന്നത്, ഈ ശാസ്ത്രത്തെ. അതായത് ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറത്തുള്ള ആ സൃഷ്ടിക്രമം സാഖ്യശാസ്ത്രത്തിലൂടെയാണ് വിവരിക്കുന്നത്. എന്നിട്ട് പരമഹംസരിൽ പ്രധാനിയായ ആ സാഖ്യൻ സാഖ്യായനൻ, പരമഹംസർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്കാണ് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റുക. ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടിക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ, കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ നമ്മൾ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അതെല്ലാമാണ് സാഖ്യയോഗത്തിലുള്ളത്. അതുകൊണ്ടാണ് സാഖ്യായനൻ എന്നൊരു കഥാപാത്രത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സാഖ്യായനൻ ഈ ഭഗവാന്റെ ഐശ്വര്യങ്ങൾ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അത് തൻ്റെ അനുയായികളായ പരാശര മുനിക്കും പിന്നെ ബൃഹസ്പതിക്കും ഉപദേശിച്ചു. പരാശര മുനിയിലൂടെയാണ്, വേദവ്യാസന്റെ പരാശര മുനിയിലൂടെയാണ് വേദങ്ങൾ ഉത്ഭവിച്ച് വന്നത്. പിന്നെ പരാശര മുനി അത് എനിക്കായി ഉപദേശിച്ചു. പരാശര മുനിയുടെ കൂടെ ഉണ്ടായിരുന്നു ആര്? ഈ മൈത്രേയൻ. അപ്പം മൈത്രേയനെ ഉപദേശിച്ചു. ഇത് ഇനി ഞാനത് അങ്ങേക്ക് ഉപദേശിക്കുകയാണ്. ആർക്ക്? ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ദാസിയായി ജനിച്ച ഈ വിദുരനിലൂടെ, അത് വന്നതാകട്ടെ പരാശരനിലെ വേദവ്യാസനിലൂടെയും, വേദവ്യാസനാണെങ്കിൽ മുക്കുവശ്രീയിലൂടെയും. അപ്പം ഇത് പുറത്തേക്ക് വരാൻ പോകുന്നത് ആരിലൂടെയാണ്?
കഷ്ടപ്പാടും ദുഃഖങ്ങളും അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് സത്യം കണ്ടെത്തുക. വേദവ്യാസനും കുറേ കഷ്ടത സഹിച്ച വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ വെറും വേദം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഗുഹയിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്ത് കഷ്ടപ്പെട്ടപ്പോഴാണ് ഈ ജ്ഞാനം കൈമൽ വന്നത്. ഇന്നത് പുറത്തേക്ക് വരണ്ടെങ്കിലും മഹാഭാരത യുദ്ധ സമയത്ത്, മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് വിതുരരെന്ന ഒരു വ്യക്തിയിലൂടെ അയാൾ കഷ്ടപ്പെട്ട് സത്യങ്ങൾ മനസ്സിലാക്കും. കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിയായ ജ്ഞാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവരിലൂടെയാണ് വേദങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ. ബാക്കിയെല്ലാം പിന്നെ എന്തെല്ലോ പറഞ്ഞ് അങ്ങനെ നടക്കും. ഇനി സൃഷ്ടിക്രമം പറയാൻ പോവുകയാണ്. 10 പറയുന്നത്, ഈ ലോകമെല്ലാം ഏതൊരു കാലത്ത് ഏകാർണക ജലത്തിൽ മുങ്ങിയിരുന്നുവോ, അതായത് കാരണജലം എന്ന് പറയാം. അപ്പം പ്രപഞ്ചം മുഴുവൻ ശൂന്യമായ സ്ഥലമാണ്. അതിൽ നിന്ന് ഊർജം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ഊർജം, പ്രേരക ശക്തി മാത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതാണ് അനന്തൻ എന്ന സർപ്പമായിട്ട് മാറിയത്. ആ അനന്തം എന്ന സർപ്പത്തെ, അപ്പം അത് തരംഗരൂപത്തിലാണ് ഒഴുകുന്നത്. തരംഗരൂപത്തിൽ ശൂന്യമായ സ്ഥലത്ത് തരംഗമുള്ളത് ജലത്തിനാണ്. കടലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ഇരിക്കും. വെള്ളം എല്ലായിടത്തും ഒരേപോലെ, അതിനകത്ത് കുറച്ച് തരംഗം. അതുകൊണ്ട് ഇത് കാരണജലം എന്ന് പറയുന്നു. പല പേരിൽ പറയുന്നുണ്ട്. ഇവിടെ ഏകാർണക ജലത്തിൽ എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കാലത്ത് നാരായണൻ എന്ത് ചെയ്തു? നിഷ്ക്രിയനായി അനന്തതൽപ്പത്തിൽ ഈ ഊർജത്തിൻ്റെ മേലെ കയറി കിടന്നുകൊണ്ട് യോഗ നിദ്രയിൽ കണ്ണുമടച്ചിരുന്നു. അപ്പോൾ പ്രളയം നടന്നതിന് ശേഷം ഇതെല്ലാം ശൂന്യമായ സ്ഥലത്ത് ഊർജം മാത്രമുണ്ട്. ആ ഏതോ ഒരു ഊർജം, അതാണ് അനന്തൻ. അതിൻ്റെ മുകളിൽ ഈ നാരായണൻ കിടന്നു എന്ന് പറഞ്ഞാൽ, നാരായണൻ എന്നത് പ്രപഞ്ചം, വിശ്വരൂപം എല്ലാം അതിൽ പോയി ലയിച്ചിരിക്കുന്ന ചെറിയൊരു ബീജത്തിന് സമാനമാണ്. ഒരു മുട്ടക്ക് സമാനമാണ്. ആ മുട്ടയിലെ കേന്ദ്രത്തിൽ ആ ജനിതക ഘടനയുണ്ട്. ആ ജനിതക ഘടനയിൽ എന്ത് കാണാം? കോഴിയുടെ എല്ലാ രൂപങ്ങളും. ഒരു ജനിതക ഘടന പഠിച്ചിട്ട് ആ മുട്ടയുടെ ബീജത്തിൻ്റെ അകത്തുള്ള ജനിതക ഘടന എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാം തെളിഞ്ഞു വരും. അതേപോലെ മനുഷ്യൻ്റെ ജനിതക ഘടന എടുത്തിട്ട് അതിൻ്റെ ഭാഗങ്ങളെല്ലാം കാണുമ്പം ഇതാണ് പ്രമോദിൻ്റെ മുടി, ഇതാണ് പ്രമോദിൻ്റെ കണ്ണാകുന്നത് എന്നെല്ലാം അവിടെ കാണാൻ പറ്റും. അത് ജനിതക എൻജിനീയറിങ് പഠിച്ച് ഈ ജനിതഘടനയെ പറ്റി 100% ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഒരു ജനിതഘടന എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കറിയാം ഇതിൻ്റെ എങ്ങനെയിരിക്കും, ഇവൻ്റെ കണ്ണിങ്ങനെ ഇരിക്കും, ഇവൻ്റെ മൂക്കിങ്ങനെ ഇരിക്കും, ഇവരുടെ സ്വഭാവം ഇങ്ങനെ എടുക്കുന്നു, അതിൻ്റെ അകത്ത് പറയും. അതേപോലെ ഒരു വീടിൻ്റെ പ്ലാൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൻജിനീയർക്ക് അത് പഠിച്ച പാർട്ടിക്ക് ആ പ്ലാന് നോക്കിയിട്ട് ആ വീട് ഭാവനയിൽ കാണും. അപ്പോൾ സുന്ദരമായ ഒരു വീട് ഈ പ്ലാനിൽ നിന്നും അവൻ ഭാവനയിൽ ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലാക്കും. അപ്പോൾ അതേപോലെയുള്ള ഒരു പ്ലാനാണ്, പ്രപഞ്ചം മുഴുവൻ അടങ്ങിയ ഒരു പ്ലാനാണ് നാരായണൻ എന്ന രൂപത്തിൽ, പുരുഷൻ എന്ന പേരിൽ അവിടെ കിടക്കുന്നത്. അതിന് വികസിച്ച് വരികയേ വേണം. ഭാവനയിൽ കണ്ടുകൊള്ളണം. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ മുട്ടേൻ്റെ അകത്ത് വിരിഞ്ഞു അതാണെന്ന് ശരിയല്ല, അതിൻ്റെ അകത്ത് ജനിതഘടന എന്താണ്, ഇനി അതെനിക്ക് വിവരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇവിടെ നിന്ന് വിവരിക്കാനും പറ്റില്ല. അതേപോലെ ഒരു പ്ലാൻ എടുത്തിട്ട് ഈ വീട് എങ്ങനെയാകുന്നതെല്ലാം പറഞ്ഞാൽ പ്ലാനെല്ലാം പഠിപ്പിച്ചിട്ടേ വിവരിക്കാൻ പറ്റും. അതുപോലെ മൈത്രേയനും ഇവിടെ ഒരു മറ്റേ വിരാട രൂപത്തിൽ പറഞ്ഞിട്ട് ഒരു ജനിതഘടനയുണ്ട് എന്ന് പറയുന്നത്. അതിനുള്ള പേരാണ്, ആ പ്ലാനിനുള്ള പേരാണ്
പരമാത്മാവ്. ആ ജനിതഘടനയെ പറ്റി 100% അറിയുന്ന ഒരു വ്യക്തിക്ക് പോലും അതിവിടെ വിവരിച്ച് ഈ യൂട്യൂബിലൂടെ വിവരിച്ച് തരാനൊന്നും പറ്റില്ല. അത് എത്രയോ വിഷയങ്ങൾ പഠിച്ചിട്ട് ആറ്റങ്ങളെ പോലും പറഞ്ഞിട്ട് പറയണം. അതുപോലെ ഈ വിരാട രൂപം എങ്ങനെയാണ് ശരിയായ സയൻസിലൂടെ പറയണമെന്ന് വെച്ചാൽ ഭാഗവതത്തിലൂടെ ഒന്നും പറയാനൊന്നും പറ്റില്ല. ഇത്രയെല്ലാം പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളാം. മുട്ടയിൽ നിന്ന് വിരിയാന്ന് പറയുമ്പോൾ ജലത്തിലൊരു ധാരണയുണ്ട്. അതുമാതിരി ഇവിടെയും ഒരു അണ്ടമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ അണ്ടം, ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിനെ നമ്മൾ വിരാട രൂപത്തിൻ്റെ അതൊരു പ്ലാനായിട്ട് കാണുക. അതാണ് വികസിച്ചിട്ട് വലിയ പ്രപഞ്ചമായിട്ട് മാറുന്നു. അതാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. ഇനി 11 പിന്നെ തന്നിൽ ലയിച്ചു കിടന്ന ശക്തിയെ, അതിലെന്തുണ്ട്? ഒരു ശക്തിയുണ്ട്. ആ ഊർജത്തിൽ നിന്നേ ലയിച്ചു കിടന്ന ശക്തിയാണ് പിന്നെ എന്തായിട്ട് വരേണ്ടത്? അതിനെ മുഴുവൻ. ഇപ്പോൾ ഒരു വിത്തിൽ അതിൻ്റെ ജനിതഘടനയെല്ലാം ഉണ്ട്. പിന്നെ ഒരു ശക്തിയാണ് അതിനെ വന്ന് പ്രേരിപ്പിച്ച് മുളപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ കിടക്കും. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം എല്ലാത്തിനും അങ്ങനെ തന്നെ നിൽക്കാനാണ് താല്പര്യം. അതാണ് സത്വഗുണം. പിന്നെ അതിൽ നിന്ന് മാറണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിക്കണം. അതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അതാണ് രജോ ഗുണം. അപ്പം രജോ ഗുണത്തിനുള്ള പ്രേരക ശക്തി അതിൻ്റെ അകത്ത് കിടക്കുന്നു. അതുകൊണ്ട് പിന്നെ തന്നിൽ ലയിച്ചു കിടക്കുന്ന ശക്തി അതും അതിനകത്ത് കിടക്കുകയാണ്. ആ ശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് കാരണജലത്തിൽ അഗ്നി അരണിയിൽ എന്ന പോലെ വസിച്ചു. 2 തടി ഉരസിയിട്ട് തീ ഉണ്ടാക്കുമ്പോൾ ഈ തീ എവിടെ നിന്നാണ് വരുന്നത്? അരണിക്കകത്തു നിന്നാണ്. അപ്പം വിറകിലെന്തുണ്ട്? അഗ്നിയുണ്ട്. അത് ഉറങ്ങിക്കിടക്കുകയാണ്. അതേപോലെ ഒരു ശക്തി നിർഗുണമായ ആ ഒരു ജനിതക ഘടനയിൽ, ആ പുരുഷനിൽ, അല്ലേ ആ പരമാത്മാവെന്ന പ്ലാനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു പ്ലാനിന് ഒരു പ്രേരക ശക്തിയുണ്ട്. ഒരു വീട് നിർമ്മിക്കുന്നത് ആ പ്ലാനിൽ നിന്നാണ്. പ്ലാനാണ് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വീടുണ്ടാക്കുന്നു. ഒരു ബഡ്ജറ്റാണ് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നു. ഒരു പ്രൊഡക്ഷൻ റിപ്പോർട്ടാണ് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രേരക ശക്തിയുണ്ട്, വിത്തിലുണ്ട്. ജനിതഘടനയിലും ഒരു ഘടകം പ്രേരിപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. ഇത് നീ പ്രമോദായി മാറുക. അനുകൂല സാഹചര്യം വരുമ്പോൾ അതിന് പുറത്തേക്ക് ചാടും. അതുപോലെ ഇവിടെയും ആ ശക്തി ആദ്യം വിറകിലെ അഗ്നി പോലെ ഇവിടെ ഈ പുരുഷനിൽ ആ കാരണമാകുന്ന ജലത്തിൽ അതൊരു സ്രോതസ്സാണ്, ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. അതിൽ ശയിച്ചു കിടന്നു. ഇതിൻ്റെ 12 ചതുർയുഗങ്ങൾ 1000 ആകുമ്പോഴേക്ക് 1000 ചതുർയുഗങ്ങളോളം അതങ്ങനെ കിടക്കും. അതായത് പ്രളയം നടന്നു കഴിഞ്ഞാൽ കുറേ കാലം അതങ്ങനെ കിടക്കും. 1000 ചതുർയുഗങ്ങളോളം അത് കിടക്കും. പിന്നെ 1000 ചതുർയുഗങ്ങളോളം ഇങ്ങനെ സൃഷ്ടി ഇങ്ങനെ ഉണ്ടായും നശിച്ചും കൊണ്ടുപോകും. ഏതുപോലെ എന്നാൽ ചേനയിൽ നിന്നും ഒരു ചെടി പുറത്തേക്ക് വരുന്നു, പിന്നെ ഉണങ്ങി അതിൻ്റെ അകത്ത് തന്നെ പോകുന്നു, പിന്നെയും മുളച്ച് വരുന്നു, പിന്നെയും വരുന്നു. ഇതുപോലെ ഇപ്പോൾ 1000 ചതുർയുഗങ്ങളോളം യോഗനിദ്രയിലാണ്ട ശേഷം മുൻപേ തന്നെ നിശ്ചയിച്ച പ്രകാരം തന്നെ, ഒരു ചേനയിൽ നിന്നും നിശ്ചയിച്ച പ്രകാരം തന്നെ അത് വരികയും നമുക്കറിയാം. ചേന അവിടെ കിടന്നു കഴിഞ്ഞാൽ ഒരു മഴ വരുമ്പോൾ മുളച്ച് വരും. കുറേ കാലം കഴിഞ്ഞ് ഉണങ്ങിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ പോകും. കുറച്ച് കാലം കഴിഞ്ഞ് വേറൊരു മഴ വരുമ്പോൾ മുളച്ച് വരും. പിന്നെ ഇങ്ങനെ ഈ ഇടിലില്ലി എന്ന് പറയുന്ന ഒരു ലില്ലി ഉണ്ടല്ലോ, ഇടി പൊട്ടുമ്പോൾ മുളച്ച് വരും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പോകും. മുളച്ച് വരും, അതിൻ്റെ അകത്ത് തന്നെ പോകും. അപ്പം ഇതൊരു ക്രമത്തിൽ അങ്ങനെ പോവുകയാണ്. ഇതിങ്ങനെ അങ്ങ് പോവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത വഴി പോവുകയാണ്. നമുക്കൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല. ഇതങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ജനിക്കും, നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും, മരിക്കും, നമ്മളെ കർമ്മം ചെയ്യും, മരിക്കും.
ഇതിൽ നിന്ന് മാറാനൊന്നും നമുക്ക് പൂജയോ കുന്തോ ഒരു ചുറ്റും ഇല്ല, നടക്കില്ല. നമ്മളെന്താണോ ജീവിതത്തിൽ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തിരിക്കുക, അത് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അതിലൊന്നും ഒരാളും ഇടപെടാൻ പോകുന്നില്ല. ഇതിങ്ങനെ ക്രമത്തിൽ പോവുകയാണ്. എങ്ങനെ പോകുന്നു? യോഗ നിദ്രയിലായ ശേഷം മുൻപേ തന്നെ നിശ്ചയിച്ച പ്രകാരം, മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനിത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ 1000 യുഗങ്ങൾ കഴിയുമ്പോൾ, ചതുർയോഗങ്ങൾ കഴിയുമ്പോൾ പിന്നെ ആദ്യം ജനിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് വെള്ളത്തിൽ താമര പൊന്തി വരുന്ന കണ്ടിട്ടില്ലേ, അങ്ങ് നശിക്കും. പിന്നെ അടുത്ത ഇതിൽ അങ്ങ് പിന്നെ വരും. അത്രയേ ഉള്ളൂ. അതിൽ വേറെ കാര്യമൊന്നുമില്ല. എന്താ, മുൻപ് നിശ്ചയിച്ച പ്രകാരം ഇപ്രകാരം തന്നെ ഉണർത്തുവാൻ നിയോഗിച്ചിരിക്കുന്ന കാലമെന്ന ശക്തിയാൽ. അപ്പൊ കാലമാണ്, കാലത്തോട് പറഞ്ഞിട്ടുണ്ട് സമയത്തും എന്നെ എണീപ്പിച്ചോളണം. അപ്പൊ കാലം എന്ന സമയം എത്തുമ്പോൾ കാലം വിഷ്ണുവോട് പറയും, നീ എണീച്ചിട്ട് സൃഷ്ടി തുടങ്ങിക്കോളും. കാലത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് മുൻപ് നിശ്ചയിച്ച പ്രകാരമാണ്. അതൊരു പ്ലാൻ അനുസരിച്ചാണ്. ഒരു വീട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പ്ലാനാണത്, ജനിതകഘടന ഒരു പ്ലാനാണ്. അത് സമയത്തുമ്പോൾ മുളച്ചു വരും. അത് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയം ഇതിലാണ്. പ്ലാനറ്ററി സിസ്റ്റമായിട്ട് തന്നെയാണ്. പ്ലാനറ്ററി സിസ്റ്റമിലേക്ക് അതിനൊരു സമയം മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സമയം മുമ്പുണ്ടെന്നൊന്നും വേണ്ട. അപ്പോൾ മുമ്പ് നിശ്ചയിച്ച പ്രകാരം കാലം വിളിച്ചുണർത്തുകയും, കാലത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കാലം എന്ന ശക്തി ഉണർത്തുന്ന ക്രിയാശക്തിയാൽ. അപ്പോഴാണ് ആ സമയത്തും ഒരു ക്രിയാശക്തിയാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. സാത്വഗുണത്തിൽ നിന്നിരുന്ന, അതായത് അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നിരുന്നതിന് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഒരു പ്രേരക ശക്തി പുറത്തേക്ക് വരുന്നു. ഇതിനെ മുളക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അതാണ് രജോ ഗുണം. ക്രിയാശക്തിയാൽ സ്വശരീരത്തിൽ ലയിച്ചിരുന്ന ലോകങ്ങളെ കണ്ടു. അപ്പോൾ അതിന് ഉണർവ് വന്നു. അത് ശരീരത്തിൽ നോക്കും. ഈ ലോകം കഴിഞ്ഞതിനുള്ള ലോകമെല്ലാം അതിൻ്റെ അകത്ത് ജനിതക ഘടനയിൽ കണ്ടു. അപ്പോൾ ഒരു നല്ല ജനിതക എഞ്ചിനീയർ, മെഡിസിനെല്ലാം അറിയുന്ന ജനിതക എഞ്ചിനീയർക്ക് ഒരു മനുഷ്യൻ്റെ ജനിതക ഘടന കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നോക്കും, ഇവന് ഇനി ഇത്തരത്തിലേക്ക്. നല്ലൊരു എഞ്ചിനീയർക്ക് ഒരു പ്ലാന് കിട്ടിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ കൊള്ളാം, ഈ വീട് ഇനി എങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ ഭാവനയിൽ ഉദിഞ്ഞു വരും. എല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ് ഈ പ്ലാനിൽ. സ്വശരീരത്തിൽ ലയിച്ചിരിക്കുന്ന ലോകങ്ങളെ കണ്ടു. തന്നിൽ ലയിച്ചു കിടക്കുന്ന ആ സൂക്ഷ്മമായ ഭൗതിക ലോകത്തെ കാലത്തിനനുസരിച്ച്, അപ്പം ശരിയായ സമയം, കാലം എന്ന് പറഞ്ഞാൽ സമയമനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന സമയത്ത് ഇന്ന് നടക്കണം എന്നല്ല, അതിനൊരു ചിട്ടയുണ്ട്. ഒരു മുട്ട വിരിയുന്നതിന് ഒരു ദിവസമുണ്ട്. ആ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രമത്തിൽ വികസിച്ച് കോഴിയായി മാറും. ഒരു വിത്ത് മുളക്കുന്നതിന് ഒരു സമയമുണ്ട്. മനുഷ്യൻ്റെ ജനിതഘടനയിൽ ഒരു കുട്ടിയായി മാറേണ്ടിക്ക് അതിനൊരു കാലമുണ്ട്. ഇതെല്ലാം സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത്. ലോകവും ഇതിൽ നിന്നും ഒരു സമയമായി ബന്ധിപ്പിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് രജോ ഗുണത്താൽ, രജോ ഗുണം എന്ന് പറഞ്ഞാൽ പ്രേരക ശക്തി, ഒരു ശക്തി അവിടെ ഉയർത്തെഴുന്നേൽക്കും. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ആ കട്ടിൽ തന്നെ കിടക്കാനാണ് ഇഷ്ടം. പിന്നെ തലയിൽ വെള്ളം എടുത്ത് ഒഴിക്കണം. അത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ രജോ ഗുണം. ആ കിടന്നെടുക്കുന്നത് എണീപ്പിക്കാൻ ഒരു ശക്തി കൊടുത്താലേ ഉണരുള്ളൂ. ഒരു വിത്ത് മുളക്കണ്ടിക്ക് മണ്ണ് കുഴിച്ചിട്ട് വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരും. ചേനക്കും ഒരു ഇട്ടി പൊട്ടുമ്പോൾ, ഈ ഇഡ്ഡലി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഇട്ടി പൊട്ടുമ്പോൾ ചേനക്കൊരു ഉന്മേഷം വരും. തവള എവിടെയോ കിടക്കുന്നത് ഒരു ഇട്ടി പൊട്ടുമ്പോൾ തവളയും കിടന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം കൂട്ടാൻ തുടങ്ങും. അതാണ് ഒരു പ്രേരക ശക്തി. ആ പ്രേരക ശക്തിക്കാണ് ഇവിടെ, ആ പ്രേരക ശക്തി ബ്രഹ്മത്തിൽ നിന്നും ആ വിരാട് രൂപത്തിൽ നിന്നും ഒരു പ്രേരക ശക്തി ഉത്ഭവിക്കുന്നു. ശാസ്ത്രലോകം അന്വേഷിക്കുന്നുണ്ടല്ലോ, ഈ നക്ഷത്രങ്ങളെല്ലാം കത്തിയിരിഞ്ഞിട്ട്
ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായി, അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്നതെന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ വിവരിക്കുന്നത്. അതിൽ ഈ ഇതുവരെ അവിടെ നശിച്ച പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഒരു ഘടന അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വിഷ്ണു എന്ന രൂപത്തിൽ, ചെറിയ പുരുഷൻ എന്ന രൂപത്തിൽ. അതിൽ നിന്ന് സമയത്തുമ്പോൾ ഒരു പ്രേരക ശക്തി വരുമ്പോൾ അതിങ്ങനെ വികസിച്ച് വരും. അപ്പൊ രജോ ഗുണത്താൽ പ്രേരിതമായിട്ട് അപ്പോൾ എന്തായി, ഒരു ഫോഴ്സ് അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ഫോഴ്സാണ് രജോ ഗുണം. പ്രേരിതനായിട്ട് നാഭിയിലൂടെ പുറത്തു വന്നു. അപ്പോൾ ആ ശക്തിക്കാണ് നാഭിയിലൂടെ എന്ത് ചെയ്യുന്നു, അത് പുറത്തേക്ക് വരുന്നു. നാഭി എന്ന് ചിത്രീകരിക്കുന്നേ ഉള്ളൂ, അതൊരു ബിന്ദുവിൽ നിന്ന്. കഥയിലൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നാഭി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ആ നാഭി എന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടാതായിരിക്കാം, യഥാർത്ഥ നാഭി അതായിരിക്കാം. നമ്മളിൽ വരുമ്പോൾ അതിന് നമ്മളെ നാഭിയായിട്ട് ചിത്രീകരിക്കുകയാണ്. അല്ലെ താമരപ്പൂവിൻ്റെ നാഭി. ഇനി 14, ആ പരമാത്മാവിൽ നിന്നുണ്ടായ സൂക്ഷ്മ പദാർത്ഥം സൂര്യനെ പോലെ ആ കാരണജലത്തെ തിളക്കിക്കൊണ്ട് കാലശക്തി നിമിത്തം പെട്ടെന്ന് ഒരു താമരമൊട്ടായി പുറത്തു വന്നു. അത്രയേ പറയാൻ പറ്റൂ. പെട്ടെന്ന് ആ ഒരു രജോ ഗുണം പുറത്തേക്ക് വന്നപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഫോഴ്സ് ഡെവലപ്പായപ്പോൾ ഇതിൽ നിന്നും മുട്ടയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ തല പുറത്ത്, തലയാണോ വാലാണോ എനിക്കറിയില്ല, അത് പഠിച്ചവർക്ക് അറിയാം. എന്താ ഞാൻ തല എന്ന് പറയണം. ഇത് തല പുറത്ത് വരുന്നത് പോലെ ഒരു വിത്തിൽ നിന്നും അതിൻ്റെ മുകുളം പുറത്തു വരുന്നത് പോലെ മനുഷ്യൻ്റെ കാര്യത്തിലാണ് എന്താ പുറത്തു വരിക എന്നുള്ളതല്ല. വേദം ചിലപ്പം പറയുമായിരിക്കും, നമുക്കിപ്പോൾ അന്നേരം പറയാം. എന്തോ ഒന്ന് പുറത്തു വരും, ഒരു മുകുളമായിട്ട്. ആദ്യം വായ വന്നു എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു താമര മൊട്ടായി പുറത്തു വന്നു. ആ ഊർജം ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ആ ഊർജങ്ങളെല്ലാം കൂടിച്ചേർന്ന ബിന്ദുവിൽ ഒരു കണം രൂപപ്പെടുന്ന മാതിരി അതിനെ കാണണം. ഒരു പ്രകാശം, ഒരു മുകുളം അവിടെ നിന്ന് പുറത്തു വന്നു. ഇതിൻ്റെ 15, എല്ലാ ലോകങ്ങളും അവഭാസിക്കുന്ന ആ ലോക ബീജത്തെ, ബീജാത്മക പത്മത്തെ, അതിന് ഉൽപ്പത്തിക്ക് കാരണമായ വിഷ്ണു തന്നെ ആവാസിച്ചു. അതിലുള്ള വിഷ്ണു തന്നെയാണ് മുകുളമായിട്ട് പുറത്തു വന്നത്. അതിലെന്തുണ്ട്? പ്രപഞ്ചത്തിൻ്റെ എല്ലാ ജനിതക ഘടനയും അതിൻ്റെ അകത്തുണ്ട്. വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ജനിതക ഘടന, ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ ജനിതഘടനയെല്ലാം ഒരു പ്ലാനാണ്. ഈ ജനിതക ഘടന എന്ന് പറയുന്നത് കുറേ കമ്പ്യൂട്ടറിലുള്ള സിഗ്നലുമാരിയുള്ള പ്ലാനുകളാണ്. ഒരു കുറേ വരയല്ലാണ്, ഇത് ചിത്രപ്പണി മാരിയുള്ളതാണ്. ഒരു ചുറ്റുകോണിൻ്റെ മാരി അതിലെല്ലാം പ്ലാനുണ്ട്, കോഡുകളുണ്ട്, അതിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് അത് വരിക. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് ഇവിടെ മുകുളമായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ പ്ലാനിൽ എന്തുണ്ട്? പണ്ടുപോയ ലോകത്തിൻ്റെ എല്ലാം അവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെയാണ് പുറത്ത് വരിക. ചേനയെന്ന് പണ്ടുള്ള ചേനേൻ്റെ തന്നെയാണ് പിന്നെയും പുറത്തേക്ക് വരിക. അതേ രൂപത്തിൽ ചിലപ്പോൾ കുറച്ച് വണ്ണം കൂടിയിട്ട് വരികയായിരിക്കും. അതിൻ്റെ ഇഷ്ടംമാതിരി വരാം. വളം കിട്ടിയാൽ കുറച്ച് വലിയ തടിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് വരും. ആ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. ചേനക്കാണെങ്കിൽ മണ്ണിൽ നിന്ന് വളം എടുത്തിട്ട് വേണം വരാൻ. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്, വിഷ്ണുവിൽ നിന്ന് തന്നെയാണ്. വിഷ്ണു തന്നെയാണ് ഇതായിട്ട് മാറിയിരിക്കുന്നത്. ആ വേദസ്വരൂപനായ, അവിടെയാണ് വേദസ്വരൂപനാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനിതക ഘടന എന്ന് പറയുന്നത്. അതിലൊരു വലിയ ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്. അതെടുത്ത് പഠിക്കണം. അത് വേദത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ആ വേദസ്വരൂപനായ, വേദം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജ്ഞാനം. എന്താണ് ആ പ്ലാനിൻ്റെ അകത്തുള്ളത്, എങ്ങനെയാണ് ആ പ്ലാൻ അതായി മാറുന്നത് എന്നുള്ളത് സ്രഷ്ടാവിനെ അപ്പോൾ സ്വയംഭൂ എന്ന് പറയുന്നു. അതിനാണ്, ആ സ്രഷ്ടാവിനാണ് അപ്പോൾ സ്വയംഭൂ എന്ന് പറയുന്നത്. സ്വയമാണ്
അതുണ്ടായി വരുന്നത്. സ്വയം ഒരു വിത്തിൽ നിന്ന് സ്വയംഭൂ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഒരു മുകളമായിട്ട് അങ്ങനെ ഉയർന്നു വരും, താമരമൊട്ടായിട്ട്. അതിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് അതിനെ ബ്രഹ്മദേവൻ എന്നും പറയാം. അതേ താമരപ്പൂവിൻ്റെ കർണികയിൽ ഇരുന്നുകൊണ്ട് ആ ബ്രഹ്മത്തെ കാണുവാൻ ചുറ്റും കഴുത്ത് തിരിച്ചു നോക്കി. 16 പറയുകയാണ് ആ ബ്രഹ്മദേവൻ. അപ്പം സൃഷ്ടി അതിലൂടെയാണ് ഇനി വരാൻ പോകുന്നത്. അത് ചുറ്റും നോക്കി എല്ലായിടത്തും. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദിക്കുകൾക്കനുസരിച്ച് 4 മുഖങ്ങൾ ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 4 മുഖം ലഭിക്കും, 4 ദിക്കുകൾക്കനുസരിച്ച്. അപ്പോഴാണ് ദിക്കുകൾ ഉണ്ടാവുന്നത്. ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ദിക്കുകളാണ്. നമ്മളൊരു മൈതാനത്ത് പോയിട്ട് ഒരു വീട് വെക്കുമ്പോൾ അവിടെ ഒരു കുറ്റി അടിക്കും. ആ കുറ്റി അടിക്കുമ്പോഴാണ് ദിക്ക് വരുന്നത്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ആ കുറ്റി അടിസ്ഥാനമാക്കിയാണ് വടക്ക്, തെക്ക്, ദിക്ക് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാൻ വരക്കുമ്പോൾ ആദ്യം ഒരു ബ്രഹ്മസ്ഥാനം നടുവിലൊരു പോയിന്റ് ഇട്ടിട്ട് പ്ലാൻ വരക്കുന്നവൻ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് മാർക്ക് ചെയ്യും. ഇപ്പം മുകളം വരുമ്പോൾ ആദ്യം സൃഷ്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ദിക്കുകളാണ്. ഇനി ദിക്കുകളെ നോക്കിയിട്ടാണ് അവയവങ്ങൾ വളരേണ്ടത്, കെട്ടിടം വളരേണ്ടത്. ഒരു കെട്ടിടം കെട്ടുമ്പോഴും ആദ്യം ഒരു കുറ്റി അടിച്ചിട്ട് ദിക്ക്, വടക്ക്, തെക്ക്, കിഴക്ക്. അതാണ് 4 മുഖങ്ങൾ. 4 മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ദിക്കുകളാണ്. ആ മുഖത്തിലൂടെയാണ് 4 ദിക്കുകളെ അടിസ്ഥാനമാക്കിയാണ് വടക്ക് കിണർ വെക്കണോ, തെക്ക് കിണർ വെക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത്. ആ പ്ലാനിൽ ഉണ്ടെങ്കിലും ആ ബിന്ദു അടിസ്ഥാനമാക്കിയാണ് പിന്നെ സൃഷ്ടി നടത്തുക. അല്ലാതെ ആ ബിന്ദു ഇല്ലാതെ വടക്ക് തെക്ക് എങ്ങനെ തീരുമാനിക്കുന്നു, കിണർ എവിടാന്ന് എങ്ങനെ തീരുമാനിക്കുന്നു? അപ്പൊ ആ പ്ലാനിന്റെ മധ്യബിന്ദു പിടിച്ചുകൊണ്ട് വേണം ഇനി ബാക്കിയുള്ള ദിക്കുകൾ തീരുമാനിച്ചിട്ട്. അല്ലാതെ ദിക്ക് എന്ന് പറഞ്ഞ സ്ഥലമൊന്നുമില്ല. എൻ്റെ ഇപ്പുറത്തെ ഭാഗം വലത് എന്ന് പറയുമ്പോൾ അപ്പുറം ഒരാൾ ഇരിക്കുന്നുണ്ട്, ഈ സ്ഥലം അവൻ്റെ ഇടതാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വലതുവശത്ത് എന്ന് പറയുമ്പോൾ അപ്പുറം ഇരിക്കുന്നുണ്ട് എന്താ പറയുക, അവൻ്റെ ഇടതുവശത്താണെന്ന് പറയും. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലതുവശത്താണ്, മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഇടതുവശത്താണ്. അപ്പം ആ ബിന്ദു അനുസരിച്ചാണ് ആദ്യം ദിക്കുകൾ ഉണ്ടാകുന്നത്. അതാണ് 4 ബ്രഹ്മത്തിൻ്റെ 4 മുഖങ്ങൾ. ഇനി 17 യുഗാന്തകാല വായുവിനാൽ ഇളകിമറിഞ്ഞ തിരമാലകൾ ഇടുന്ന ആ ജലത്തിൽ മുളച്ചു നിന്ന താമര പോലെയുള്ളതിൽ, താമര പോലെ സങ്കല്പമാണത്. താമര പോലെ ഊർജം പ്രവഹിക്കാൻ തുടങ്ങി. ആ ബിന്ദുവിൽ നിന്ന് പ്രേരക ശക്തി ഇങ്ങനെ ഊർജ രൂപത്തിൽ പ്രവഹിക്കാൻ തുടങ്ങി. അതൊരു താമരമാരി ചിത്രീകരിച്ചു. ശോഭിച്ചിരുന്ന ബ്രഹ്മാവിന് അതിലാണ് ആ പ്രേരക ശക്തി. അതിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങുന്നത്. ആ സൃഷ്ടിക്കുള്ള ശക്തി ആണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ്, അതെല്ലാം പ്ലാനിൽ നിന്ന് വന്ന ശക്തിയാണ്. ആ ശക്തി പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവിനെ തന്നെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. അത് വന്നപ്പോൾ ബ്രഹ്മാവ് നോക്കുമ്പോൾ എവിടെയോ ഞാനിങ്ങനെ മുളച്ചു വന്നിട്ടുണ്ട്, എന്താണ് എന്നൊരു പിടിയും കിട്ടിയില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ചുറ്റും നോക്കുമായിരിക്കും, എനിക്കറിയില്ല, എനിക്കോർമ്മയില്ല, നോക്കുമായിരിക്കും. ഒരു പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് ചുറ്റും നോക്കും. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല, അത്ര ചെറുതിൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല. അതുകൊണ്ട് ബ്രഹ്മാവും ജനിച്ചപ്പോൾ ആ ശക്തി അവിടെ പ്രേരക ശക്തി കൊണ്ട് ചുറ്റും നോക്കി, ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം നിന്നു എന്നാണ് പറയുന്നത്.
അത് മുളച്ചപ്പോൾ നമ്മൾ കട്ടുമെന്ന് അടിക്കുമ്പോൾ എന്താ ചെയ്യുക? കുറച്ച് നേരം അങ്ങനെ സുഖമായിട്ട് കിടക്കും. എല്ലാം ചുറ്റും ഒന്ന് സൗണ്ടെല്ലാം തലയെ പോലും അനക്കില്ല. കാരണം പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണ് മാത്രമേ തുറക്കൂ. എന്നിട്ട് ഒന്ന് തല പോലും അനക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ചെവിടോട്ട് ശ്രദ്ധിക്കും. അതുവരെ ബ്രഹ്മാവും ഒരു ബലം കിട്ടിയപ്പോഴങ്ങ് ബ്രഹ്മാവ് വന്നു, ഒരു പ്രേരക ശക്തി വന്നു സൃഷ്ടിക്കുള്ള. പിന്നെ അതങ്ങനെയാണ് സൂചിച്ചിരുന്ന കാര്യം. ഇപ്പം ചെയ്യാൻ ഇത് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ഒന്നും പിടിയും കിട്ടിയില്ല. എൻ്റെ പാൻറ്റിൽ അയാൾ ചിന്തിച്ചു, ഞാനാരാണ് ഈ ഞാൻ വന്ന ഞാനാരാണ്? അപ്പം അതിന് ഞാനെന്നൊരു ചിന്തയുണ്ടായി. അതോടുകൂടി അത് മായയിൽ അകപ്പെട്ടു, ബ്രഹ്മാവ് മായയിൽ അകപ്പെട്ടു. ഞാനെന്ന ചിന്ത വന്നുപോയി, അഹങ്കാരം വന്നുപോയി. അഹങ്കാരം പിടിച്ചാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഞാനെന്ന ചിന്ത ഉണ്ടാകുന്നതാണ് ഈ കുഴപ്പം. ബ്രഹ്മാവിനും വന്നു ഞാനെന്ന ചിന്ത, അഹങ്കാരം ഉത്ഭവിച്ചു. എന്നാലും ചിന്തിച്ച് ഞാനാരാണ്? ആ ബലം ആലോചിച്ചു. വെള്ളത്തിൽ ഒറ്റയായി നിൽക്കുന്ന ഈ താമര എവിടെ നിന്ന്, ഈ താമരയിൽ എവിടെ നിന്നാണ് വന്നത്? ഇവിടെ എന്തെങ്കിലും കാണുമായിരിക്കും, കീഴെ എന്തെങ്കിലും കാണും. താമര അടിയിൽ നിന്നാണല്ലോ വരുന്നത്, കീഴെ എന്തെങ്കിലും കാണുമായിരിക്കും എന്ന് തീർച്ചയാണ് അതിന്. എന്നിട്ട് 19 ആ ബ്രഹ്മദേവൻ പിന്നെ താമര തണ്ടിലൂടെ അങ്ങ് താഴേക്ക് ഒന്ന് പോയി നോക്കി, ഒന്നും കണ്ടില്ല. അത് താഴത്തോട്ടങ്ങ് പോയി നോക്കിയിട്ട് അതിന് ഒരു പിടിയും കിട്ടിയില്ല. കാരണം ഞാനെന്ന അഹങ്കാരം വെച്ചിട്ടാണ് നോക്കുന്നത്, ഒന്നും കിട്ടിയില്ല. 20 അങ്ങനെ സ്വന്തം ഉൽപ്പത്തിക്കാരണം അന്വേഷിച്ചുകൊണ്ട്, എന്തിനാ ഞാൻ ജനിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ട് ദീർഘകാലം കഴിഞ്ഞു. പിന്നെ അതേപോലെ അത് കിടന്നു. എല്ലാം കാലം വെച്ചിട്ടാണ് തീരുമാനിച്ചതെന്ന് പറയാൻ പറ്റി. ഇത് പറയുന്നു അതിനെല്ലാം ഒരു സമയമുണ്ട്. ആ സമയത്തുമ്പോഴേ ഒരു കുഞ്ഞ് വളരണമെങ്കിൽ ഒരു ക്രമമുണ്ട് പ്രായപൂർത്തിയാവുന്നതിന്. അല്ലാതെ കുറേ ഭക്ഷണം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വളരുന്നില്ല. കുഞ്ഞ് വളരുന്നതെന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ ചുറ്റുന്നതനുസരിച്ചാണ് 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം അങ്ങനെയായിട്ട് വരുന്നത്. മുട്ടുകുത്തുന്നതിനെല്ലാം ഒരു സമയമുണ്ട്. കുറേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും മുട്ടുകുത്തൊന്നുമില്ല. അതെല്ലാം ഒരു സമയമനുസരിച്ച് ജനിതഘടനയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതും അങ്ങനെ പോകും. അങ്ങനെ സ്വന്തം ഉൽപ്പത്തി കാരണം അന്വേഷിച്ചുകൊണ്ട് ദീർഘകാലം അങ്ങനെ അങ്ങ് കിടന്ന് സുഖമായിട്ട് നടത്താം. യാതൊന്ന് വിഷ്ണുവിൻ്റെ ചക്രായുധമായിട്ട് ശരീരത്തെ ഭീതിയിൽ അകപ്പെടുത്തിക്കൊണ്ട് ആയുസ് കുറയുന്നത് പോലെ ചക്രായുധം എന്ന് പറഞ്ഞാൽ സൗരയൂഥ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മൾ ആയുസ് കുറഞ്ഞു വരുന്നത്. ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ നമ്മൾ 1 ദിവസം ആയുസ് പോയി, 2 ദിവസം കറങ്ങി കഴിഞ്ഞാൽ 2 ദിവസം ആയുസ് പോയി. ഇങ്ങനെ ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഒരിക്കൽ ചുറ്റുമ്പോൾ നമ്മൾ 1 ദിവസം കഴിഞ്ഞു, നമ്മൾ മരണത്തോടെ 1 ദിവസം എടുത്തു. ഇനി 21 അങ്ങനെ തുടക്കം കാണാതെ ബ്രഹ്മാവ് പിന്നെ തന്നെ പഴയ സ്ഥലത്ത് തന്നെ പോയിരുന്നു. പിന്നെ അങ്ങോട്ട് ഇതൊന്നും അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. പോയി പഴയ സ്ഥലത്ത് തന്നെ ബ്രഹ്മാവ് ഇരപ്പ് ഒപ്പിച്ചു. ആ ഊർജത്തിൻ്റെ നടുവിൽ, അവിടെ നിന്നാണ് ഊർജങ്ങൾ പ്രവഹിക്കുന്നതിന് നടുവിൽ. അങ്ങനെ പുരുഷായുസായ 100 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു 100 വർഷം അതങ്ങനെ ഇരുന്നു. ആ സമാധി യോഗത്തിൽ, സമാധി പോലെയാണ് അങ്ങനെ ഇരുന്നത്. എന്തിന്? തൻ്റെ ഹൃദയാന്തരത്തിൽ തന്നെ കണ്ടു. അങ്ങനെ സമാധി പോലെ ഇരുന്നിട്ട് തന്നിൽ തന്നെ നോക്കിയിരുന്നു. അപ്പം അതിൻ്റെ ഹൃദയത്തിൽ, അതിൻ്റെ ഉള്ളിൽ അന്തർഭാഗത്ത് അതാരെ കണ്ടു? വിഷ്ണുവിനെ, ആ പുരുഷനെ കണ്ടു. ഏതുപോലെ എന്നാൽ നമ്മിൽ ഞാനെന്നൊരു ചിന്തയുണ്ട്. ഈ ഞാനെന്ന ചിന്ത എവിടെ നിന്നാണ് ഈ ഞാൻ വരുന്നത് എന്ന് ഇരുന്നിട്ട് ഒരു ജോലി ചെയ്യാതെ എവിടെയെങ്കിലും പോയി ഗുഹയിൽ ഇരുന്നിട്ട് ഈ ഞാനാരാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ഞാനെന്നത് ഇല്ലാതെയാകും. നമ്മൾ ആ ബ്രഹ്മം തന്നെയായി മാറും.
ആ അവസ്ഥയിലാണ് ബ്രഹ്മത്തെ കാണാൻ പറ്റുക. അതുപോലെ ഈ ബ്രഹ്മാവും ഇങ്ങനെ ഇരുന്നിരുന്നപ്പോൾ ആ ഉള്ളിൽ ബ്രഹ്മത്തെ കണ്ടു. എന്ത് ബ്രഹ്മത്തെയാണ് കണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഏതിനാണ് കാണുക? ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്ന പ്ലാനിനെ, പരമാത്മാവിനെ. ആ പ്ലാനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ 23 പറയുന്നു, പക്തികളാകുന്ന കുടകൾ ചൂടിയ. അപ്പം ആ ഊർജത്തിൻ്റെ പ്രഭാവം കുറേ നാഗമായിട്ട് കണ്ടില്ലേ? നാഗത്തിൻ്റെ തലയായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ആദ്യം തന്നെ. ആരിൽ നിന്നാണ് തുടങ്ങുന്നത്? അനന്തൻ എന്ന സർപ്പത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്നും കുറേ ഊർജം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം കുറേ തൊലകളിൽ കിരീടമെല്ലാം കാണും. ചൂടിയ അനേകം ശിരസ്സുകൾ. അപ്പം ശിരസ്സുകളാണ് ഇതിനകത്ത് കാണുന്നത്. പ്രപഞ്ചഘടന കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജനിതക ഘടനയിൽ എൻ്റെ പണ്ടത്തെ ജനിതക ഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്ന നല്ലൊരു ശാസ്ത്രജ്ഞനാണെങ്കിൽ അതിൽ എല്ലാ അവയവങ്ങളും കണ്ണിൽ തെളിഞ്ഞു വരും. ഒരു പ്ലാൻ എടുത്തിട്ട് നല്ലൊരു എഞ്ചിനീയർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാവനയിൽ ആ പ്ലാനിലുള്ള വീട്ടിൻ്റെ എല്ലാം തെളിഞ്ഞു വരും. അതുപോലെ ഇതിനകത്ത് നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ഈ പ്രപഞ്ചം മുഴുവനാണ് ഇത് കാണാൻ പോകുന്നത്. അപ്പോൾ അതെന്താ കണ്ടത്? അനേകം തലകളുള്ള ആ ഇതിൽ നിന്നും ഉത്ഭവിച്ച പ്രഭയാൽ അന്ധകാരം നഷ്ടപ്പെട്ട കൽപ്പാന്ത ജലത്തിൽ. അപ്പോൾ അന്ധകാരം നഷ്ടപ്പെട്ടിട്ടൊരു പ്രഭ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്നത്. താമര വളയം പോലെ നീണ്ടുകിടക്കുന്ന ആദിശേഷനാകുന്ന കൽപ്പത്തിൽ പള്ളി ഉറങ്ങുന്ന ഏകനായ പുരുഷനെ കണ്ടു. അപ്പം അത് നോക്കിയപ്പോൾ കുറേ തലയുള്ള ആദിശേഷൻ്റെ തല കണ്ടു. ഊർജം ഇങ്ങനെ ആറ്റത്തിൽ നിന്നും അതിൻ്റെ മുമ്പിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്പുറത്തുനിന്ന് തുടങ്ങാൻ പോവുകയാണ്. ഊർജമാണ് ഇങ്ങനെ പല തലകളായിട്ട് കിടക്കുന്നത്. പല രൂപത്തിൽ പല ഊർജമുണ്ട്. അതാണ് അനന്തൻ എന്ന സർപ്പം. ആ സർപ്പത്തിൻ്റെ ഉടലിങ്ങനെ ചുറ്റി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിട്ട് വ്യാപിച്ച് കിടക്കുന്നതിൻ്റെ മേലെയാണ് ആ വിരാട രൂപം ഉണ്ടാകുന്നത്. ആ വിരാട രൂപത്തിലാണ് ആര് ഇരിക്കുന്നത്? വിഷ്ണു ഇരിക്കുന്നത് കണ്ടു. ആ പുരുഷനെ, ഏകനായ ആ പുരുഷനെ കണ്ടു. അതായത് അത് തന്നെയാണ് ആ പ്ലാന് കണ്ടു. ആ ബ്രഹ്മം സൃഷ്ടിക്കുള്ള പ്ലാന് മുഴുവൻ കണ്ടു. ആ പ്ലാനിൽ നോക്കിയാൽ ഇനി എന്താണ് കാണാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ആ പ്ലാനിൽ എന്തായിരിക്കും ഉണ്ടാവുക? പണ്ട് നശിച്ച പ്രപഞ്ചത്തിൻ്റെ ഘടന മുഴുവൻ അതിൻ്റെ അകത്ത് കാണും. ഏതുപോലെ എന്നാൽ ചൈനയിൽ നിന്ന് ചെടി ഇങ്ങനെ ആയിട്ട് പിന്നെ നശിച്ച് ഉള്ളിൽ തന്നെ പോകും. അപ്പോൾ ഒരു നല്ലവണ്ണം സസ്യശാസ്ത്രമെല്ലാം പഠിച്ച ഒരു ശാസ്ത്രജ്ഞൻ ജനിതഘടന അറിയെങ്കിൽ ആ ചേനയുടെ അകത്തുള്ള ആ ജനിത ഘടനയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചേനകളെയെല്ലാം ഇതിൻ്റെ അകത്തവന് കാണാൻ പറ്റും. ഒരു പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണുന്നത് പോലെ ബ്രഹ്മാവ് ഈ ഊർജത്തിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചമായി മാറുന്ന, വിഷ്ണുവായി മാറിയിരിക്കുന്ന ഈ വിരാട രൂപത്തിൻ്റെ സത്ത അതിൽ കണ്ടു. ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ പ്ലാനിലുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ പറഞ്ഞില്ലേ, ഒരു വീട്ടിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കക്കൂസ് കാണും, ഇലക്ട്രിസിറ്റി കാണും, പെയിൻറ്റിൻ്റെ നിറങ്ങൾ കാണും, എല്ലാം കാണും. അതുപോലെ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കഴിഞ്ഞുപോയ പ്രപഞ്ചമെല്ലാം അതിൻ്റെ അകത്ത് പോയി ലയിച്ചതാണ്. അതാണ് കാണാൻ പോകുന്നത്. എന്തെല്ലാം 24, 25 മുതൽ എന്ത് പറയുന്നു? സന്ധ്യാമേഘത്തോടു കൂടി പോലെയുള്ള ഉടുവസ്ത്രം സന്ധ്യാസമയത്ത് മേഘങ്ങളിൽ നല്ല ഭംഗിയിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. അതായത് ആ മേഘങ്ങളെ തന്നെ ഇവിടെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. പൊന്നിൽ പൊതിഞ്ഞ ശരീരങ്ങൾ. പൊന്നിൽ പൊതിഞ്ഞ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം പൊന്നു കുത്തിച്ചല്ലേ നടക്കും. ആ സ്ത്രീകളെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ടാകും. ഞാൻ പൊന്ന് ഈ ശരീരം എല്ലാം കൂടി എൻ്റെയും എല്ലാവരുടെയും ശരീരം കൂടിയതാണ് അതിനകത്ത് കിടക്കുന്നത്. ഞാനും അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ കണ്ണാടിയെല്ലാം കണ്ടിട്ടുണ്ടാകും.
അതുകൊണ്ട് എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പൊന്നിൽ പൊതിഞ്ഞ ശരീരങ്ങളോടുകൂടി രത്നങ്ങൾ, നീരരുവികൾ, സസ്യങ്ങൾ, പുഷ്പവനങ്ങൾ, എൻ്റെ ഈ മുമ്പിലുള്ള തോട്ടമെല്ലാം അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതെല്ലാം പ്രളയത്തിൽ പോയി അതിൻ്റെ അകത്ത് ലയിച്ചിരിക്കുക. ആ പ്ലാനിൽ എന്തുണ്ട്? നമ്മളെ വീട്ടിൻ്റെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാനിൽ മുമ്പിൽ എന്ത് വരച്ചിട്ടുണ്ട്? ഇവിടെ തോട്ടം, ഇവിടെ മറ്റേ നെറ്റി നടാം എന്നെല്ലാം അത്രയും ഭംഗിയായിട്ട് വരക്കുന്നവരാണെങ്കിൽ അതുപോലെ ഇപ്പം വലിയ ബംഗ്ലാവെല്ലാം ഇതുണ്ടല്ലോ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം കാണുന്ന ഇതില്ലേ. അപ്പം വരക്കുന്നവരെ അവിടെ മുമ്പിൽ കുളം കാണിക്കും, ഇവിടെ ഒരു സ്റ്റെപ്പ് വേണം, ഇവിടെ ഒരു തെങ്ങ് വേണം, ഇതെല്ലാം അതിൻ്റെ അകത്ത് കാണും. അതുമാതിരി തന്നെ ചെടിയും നടും അവിടെ. അത്രയും നല്ല പ്ലാനിങ് ആണ്. പ്രകൃതിയുടെ പ്ലാനിങ് അത്രയും ഭയങ്കരമാണ്. ഈ പോയെല്ലാം അവിടെ ഉണ്ട്. സസ്യങ്ങൾ, പുഷ്പവനങ്ങൾ, സുന്ദര മലകൾ, കൈകൾ, അനേകം കൈകൾ. എൻ്റെ കയ്യിലെല്ലാം അവിടെ കണ്ടിട്ടുണ്ട്. മരങ്ങളാകുന്ന കാലുകൾ, അതിൻ്റെ കാലുകളാണ് ഈ മരങ്ങൾ എന്ന് പറയുകയാണ്. നേരത്തെ രോമമാണ് മരം എന്ന് പറഞ്ഞിരിച്ചിട്ടുണ്ട്. അത് വിസ്തരിച്ച് തിരിച്ചും മറ്റെല്ലാം പറയും. സുന്ദര മലകൾ, മഹാപുരുഷൻ്റെ അതെല്ലാം അണിഞ്ഞിട്ട് കണ്ടു. പിന്നെ അത് നാനാമാതിരി ദിവ്യ ആഭരണങ്ങളുള്ള വസ്ത്രങ്ങൾ. നമ്മളെല്ലാം അണിഞ്ഞ വസ്ത്രങ്ങളെല്ലാം അതിൻ്റെ വസ്ത്രങ്ങളാണ്. ത്രിഗുണങ്ങളോടുകൂടി ശോഭിതമാകുന്ന ലോകങ്ങളാകുന്ന ത്രിഗുണത്താൽ നിർമ്മിച്ച ഈ പ്രപഞ്ചം മുഴുവൻ ആ ശരീരത്തിൽ കണ്ടു. എനിക്ക് 26 പറയുന്നു, നഖങ്ങളാകുന്ന ചന്ദ്രന്മാരെ നഖങ്ങളായിട്ട് ചിത്രീകരിക്കുക. നഖങ്ങൾക്ക് സമാനം, നമ്മുടെ ശരീരത്തിലെ നഖങ്ങൾക്ക് സമാനമായിട്ട് ചന്ദ്രന്മാർ. കിരണങ്ങളാകുന്ന വിരലുകൾ, ആ ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നമ്മളെ അതിൻ്റെ വിരലുകളായിട്ട് ചിത്രീകരിച്ചു. ആരാധിക്കുന്ന ജനങ്ങളെ അവരുടെ അഭിലാഷങ്ങൾ സാധിപ്പിച്ച് അനുഗ്രഹിക്കുന്ന പാദപങ്കജത്തെ കാരുണ്യത്താൽ പ്രകാശിപ്പിക്കുന്ന പുരുഷനെ കണ്ടു. ജനങ്ങളെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പുരുഷനെ കണ്ടു. ഇനി 27 പിന്നെ കർണാഭരണങ്ങൾ, ചെന്തൊട്ടിപ്പഴത്തിൻ്റെ ഇതിന് സമാനമായ ചുണ്ടുകളിൽ മന്ദഹാസവുമായി. ഇതെല്ലാം നമ്മളെ കവികൾ ഇവിടെ ചിലവരെയെല്ലാം വർണ്ണിക്കുന്നില്ല, സ്ത്രീകളെയെല്ലാം വർണ്ണിക്കുന്നുണ്ടല്ലോ കവികൾ. ആ സ്ത്രീകളെയെല്ലാം കണ്ടു തന്നെ അതെല്ലാം ഇതിൻ്റെ അവയവങ്ങൾ തന്നെയാണ്. ആ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ്. ആ വർണ്ണനയിൽ ഇവിടെ പറയുന്നതേ ഉള്ളൂ. അവരെ വർണ്ണിച്ചത് അത് അവിടെയും കണ്ടു. പിന്നെയോ അഴകാർന്ന നാസിക, മൂക്ക്, കൊടുകൂടിയ തിരുമുഖത്തോടെ നല്ല ഭംഗിയുള്ള മുഖത്തോടെ വിലസുന്ന, ഈ ചുണ്ടല്ലായിട്ട് വിലസുന്ന, മന്ദഹാസായിട്ട് വിലസുന്ന ആ പുരുഷനെ കണ്ടു. പിന്നെ നീലവസ്ത്രത്താൽ അലങ്കൃതമായ അരക്കെട്ട്, പിന്നെ ശ്രീവത്സാങ്കിതമായ തിരുമാറിടം, അതിലെ മുഴുവൻ മുത്തുമാലകളുണ്ട്. അങ്ങനെയെല്ലാം അലങ്കൃതമായ പുരുഷനെ അവിടെ കണ്ടു. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൗന്ദര്യവും അടങ്ങിയതാണ് ആ പുരുഷൻ എന്നർത്ഥം. ഇനി 29 അനേകം ശാഖകളോടുകൂടിയ ഭുജാണ്ഡകങ്ങളിൽ തിളങ്ങുന്ന അനേകം തോൾ വളകളോടുകൂടിയ കൈകൾ, അനേക കൈകളോടുകൂടിയ, അതിലെല്ലാം ആഭരണങ്ങളെന്നില്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞ ആയിരക്കണക്കിന് ശിരസ്, ആയിരക്കണക്കിന് ആ വിരാട് രൂപത്തിൻ്റെ എല്ലാം രൂപം, ഒരു മാതൃക അതിൻ്റെ അകത്തുണ്ട്, ആ പ്ലാനിൽ ഉണ്ട്. സർപ്പരാജ ശരീരങ്ങളാൽ ചുറ്റപ്പെട്ട കുറേ സർപ്പങ്ങൾ, അതായത് ഊർജം മുഴുവൻ, ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നു. ഊർജത്തിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ഊർജം എല്ലാം അവിടെയുണ്ട്. ആ ഊർജം ഉപയോഗിച്ചാണ് ഇനി ഇത് വലിയൊരു പ്രപഞ്ചമായി മാറേണ്ടത്. ഇനി
ആ പുരുഷനെയും കണ്ടു. ഇതിന് മുമ്പയിൽ പറയുന്ന ചരാചരങ്ങളായ ജീവജാലങ്ങളുടെ ആവാസ സ്ഥാനങ്ങൾ, അനേക ജീവജാലങ്ങളുടെ ആവാസ സ്ഥാനങ്ങളെല്ലാം ഇതിൽ കണ്ടു. ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം പ്രളയത്തിൽ നശിച്ച് അവിടെ പോയി ചേർന്നിട്ടുണ്ട്. അതെല്ലാം അവിടെ കാണുകയാണ്. അനേകം കിരീടങ്ങളടങ്ങിയ പൊന്മുടികളോട് കൂടിയ, അതിൻ്റെ മധ്യത്തിൽ കൗസ്തുഭരത്നത്തോടു കൂടിയ ഭഗവാന്റെ പർവ്വതത്തെ കണ്ടു. കൗസ്തുഭരത്നങ്ങളെല്ലാം അണിഞ്ഞ ഭഗവാനാകുന്ന പർവ്വതത്തെ കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള പർവ്വതങ്ങളെല്ലാം ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. പർവ്വതങ്ങൾ, ഭയങ്കര പർവ്വതങ്ങളെല്ലാം അതിനകത്ത് കണ്ടു. കാരണം നമ്മളെ ഹിമാലയെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ മാതൃക, ആ ഒരു പ്ലാനിൽ അതിൻ്റെ എല്ലാ രൂപം അതിൻ്റെ അകത്തുണ്ട്. വേദങ്ങളാകുന്ന വാക്കുകളാൽ ശോഭയോ ഉയർത്തുന്നതും, വേദങ്ങളാകുന്ന വാക്കുകൾ, അവിടെ വേദമന്ത്രങ്ങളെല്ലാം, ശാസ്ത്രങ്ങളെല്ലാം അതിൻ്റെ ഇടക്ക് ഒളിച്ചിരിപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വനമാലകളാൽ കഴുത്ത് അലങ്കൃതമായിരിക്കുന്നു. വനമാലകളെല്ലാം ഉണ്ട്. പിന്നെ സൂര്യനും ചന്ദ്രനും വായു, അഗ്നി എന്നിവയ്ക്ക് ആധാരമായവയെല്ലാം അവിടെ ഉണ്ട്. 3 ലോകങ്ങളിൽ വ്യാപരിച്ചവനായിട്ട് ഉള്ള ആ ശ്രീഹരിയെ അവിടെ കണ്ടു. ആ 3 ലോകങ്ങളും മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ശ്രീഹരിയാണ് അവിടെ കണ്ടത്. 32. അപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം ഇനി എന്താണോ ഉണ്ടാകുന്ന ആ പ്രപഞ്ചത്തിൻ്റെ, ഇതിനു മുമ്പിൽ പ്രളയത്തിലൂടെ നശിച്ച ആ പ്രപഞ്ചത്തിൻ്റെ ഒരു മാതൃക, അതാണ് വിരാട് രൂപം. ആ വിരാട് രൂപത്തിൻ്റെ ഒരു രൂപം, മാതൃക, അല്ലെങ്കിൽ ഒരു പ്ലാൻ, അത് തന്നെ പരമാത്മാവ്, അതവിടെ അദ്ദേഹം ദർശിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഇതുപോലെയാണ് ഇതിനെ ഇനി വികസിപ്പിച്ചിട്ട് പ്രപഞ്ചമായി വീണ്ടും ഉണ്ടാക്കേണ്ടത്. പണ്ടത്തെ പ്രളയത്തിൽ നശിച്ചതാണ്, അതേപോലെ ഇന്നും ഉണ്ടാക്കണം. അതിൻ്റെ 32 പറയുന്നു, അപ്പോൾ തന്നെ ശ്രീഹരിയുടെ നാഭിയിൽ ഉദിച്ച താമരയിൽ, അപ്പം അതിൽ നിന്ന് വന്ന ഒരു താമരയിൽ ആ ഊർജം ഇങ്ങനെ ഒഴുകുന്നതാണ് താമരയായി ചിത്രീകരിച്ചത്. അതിൽ തന്നെ അദ്ദേഹം കണ്ടു. അത് ബ്രഹ്മാവ് തന്നെ കണ്ടു. അതിൽ താൻ ഇരിക്കുകയാണ്. ആ ഊർജത്തിൻ്റെ പ്രവാഹത്തിൽ സൃഷ്ടിക്ക് പ്രേരകമായ ശക്തി ആ പ്ലാനിൽ നിന്നും ഉദിച്ചു വരുന്നതിൻ്റെ നടുവിൽ തന്നെയും അതിൽ അദ്ദേഹം കണ്ടു. ഇനി 32 അപ്പോൾ തന്നെ ശ്രീഹരിയുടെ നാഭിയിൽ നിന്നും ഉദിച്ച താമരയിൽ തന്നെയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ മുഴുവൻ കണ്ടു. അതായത് പ്രപഞ്ചത്തിൻ്റെ ജനിതക ഘടന, അല്ലെ അണ്ടത്തിലുള്ള ആ ഒരു ബീജം അണ്ടവും കൂടി ചേർന്നിട്ടുള്ള ആ സംഗതി ഉണ്ടല്ലോ, അത് പ്രപഞ്ചത്തിൻ്റെ, അതൊരു പ്ലാനാണ് ആ പരമാത്മാവിൻ്റെ. അതിലെല്ലാം ദർശിച്ചു. ഇനി സൃഷ്ടിക്കേണ്ടതെല്ലാം അദ്ദേഹം ദർശിച്ചു. അതിൽ നിന്നുമാണ് ഒരു പ്രേരക ശക്തി ഉത്ഭവിച്ച് താമര പോലെ ഊർജ്ജം ഇങ്ങനെ പ്രവഹിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നാണ് ബ്രഹ്മാവ് ഒരു പ്രേരക ശക്തിയായിട്ട് ഉണ്ടായത്. ആ പ്രേരക ശക്തിയാണ് ബ്രഹ്മാവ്. അപ്പം ബ്രഹ്മാവ് അവിടെ തന്നെ കണ്ടു, പ്രളയ ജലത്തെ കണ്ടു, വായു കണ്ടു, ആകാശത്തെ എല്ലാം കണ്ടു. അദ്ദേഹം കാണാതെയൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം അതിൽ കണ്ടു. ലോകസൃഷ്ടിയിൽ ദൃഷ്ടി പതിപ്പിച്ച ബ്രഹ്മദേവൻ വേറൊന്നും കണ്ടില്ല, വേറെ കാണാനൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ തന്നെയാണ് അതിൻ്റെ അകത്ത് കണ്ടത്. പിന്നെ അതിൻ്റെ അപ്പുറം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബ്രഹ്മമുണ്ട്, നിർഗുണമായ ബ്രഹ്മമുണ്ട്. അതിനെ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. എന്നിട്ട് 32 രജോ ഗുണത്തിൽ ചേർന്നിരിക്കുന്നവനും, അപ്പോൾ രജോ ഗുണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം പ്ലാന് എന്ന് പറയുന്നത് അങ്ങനെ, നാരായണൻ എന്നത് അങ്ങനെ നിശ്ചലമായിരിക്കുന്നതാണ്, ഗാഠനിദ്രയിലാണ്. അത് സത്വഗുണമാണ്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ്. അതിൽ നിന്നും സൃഷ്ടി നടത്തേണ്ടിക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഒരു ശക്തി ബലം പ്രയോഗിക്കണം. അതാണ് രജോ ഗുണം. ആ രജോ ഗുണമാണ്, ആ ബലമാണ് ബ്രഹ്മാവ്. അപ്പോൾ ആ രജോ ഗുണമുള്ള ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ പ്രത്യേകത എന്താണ്? പ്രജകളെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമായ ബ്രഹ്മാവ്, പ്രജകളെ സൃഷ്ടിക്കാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കേണ്ട ജോലി അദ്ദേഹത്തിനാണ്. സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടെ, അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി.
കാരണം ആ പ്രേരണ വന്നു, സൃഷ്ടിക്കാനുള്ള പ്രേരണ വന്നു. ആ പ്രേരക ശക്തിക്കാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അതൊരു സയൻസ് പദമാണ്. ഒരു പ്രേരക ശക്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വിത്തിൻ്റെ അകത്തുനിന്ന് മുളക്കാനുള്ള ഒരു പ്രേരക ശക്തി ഉണ്ടാകുമ്പോഴാണ് അത് മുളച്ച് വരുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. ന്യൂട്ടൻ്റെ സെക്കൻഡിലോ അതിനാണ് രജോ ഗുണം എന്നത്. ആ രജോ ഗുണമുള്ള ബ്രഹ്മാവ്, ആ ബലം, അതേസമയം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതേസമയം എന്തുണ്ട്, വ്യക്തമാകാത്ത മാർഗം, എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് അതിന് പിടികിട്ടിയെന്നില്ല. സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇനി എങ്ങനെയാണ് സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല സൃഷ്ടിക്കേണ്ടത്. അല്ല ചുമ്മാ കയറിയിട്ട് അതുണ്ടാവട്ടെ ഇതുണ്ടാവട്ടെ എന്ന് പറയാനുള്ള കഴിവൊന്നും അതിനില്ല. സയൻസിലൂടെ തന്നെ സൃഷ്ടിക്കണം ബലം. അപ്പം അത് വ്യക്തമല്ലാത്ത മാർഗത്തോടെ ആ ശക്തിയിൽ സന്നിവേശിക്കപ്പെട്ട ചിത്തത്തോടെ, അപ്പം അതെന്ത് ചെയ്തു, ആ ശക്തിയിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് സൃഷ്ടിക്ക് കാരണഭൂതനായ ആദിപുരുഷനെ സ്തുതിച്ചു. അത് ആ ആദിപുരുഷൻ എന്ന് പറയുന്ന ആ പുരുഷൻ, ആ പ്ലാൻ, ആ പരമാത്മാവ്, ആ ശ്രീഹരിയെ സ്തുതിച്ചുകൊണ്ട് നിന്നു. സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറായി നിന്നു. ഇനി എന്ത് വേണം? സയൻസ് എല്ലാം വേണം. അത് അടുത്തേ.